എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 8ാം ദിവസമായ ഇന്ന് പങ്കെടുക്കുന്ന കുട്ടികൾ ഗാർഗി CA, മൈഥിലി, കല്യാണി PK എന്നിവരാണ്. ഗാർഗിയും മൈഥിലിയും കൂടിയാണ് ഇന്നത്തെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. സന്ധ്യാനാമം ചൊല്ലുന്നത് കല്യാണി PK ആണ്. 3 കുട്ടികളും വളരെ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഗാർഗി എല്ലാ ക്ലാസ്സും ഞായറാഴ്ചത്തെ ക്ലാസ്സുകളൊന്നും മുടക്കാറില്ല. അതേമാതിരി ഓൺലൈനിലാണെങ്കിലും എപ്പോഴും പ്രസൻ്റ് ആണ്. കല്യാണിക്കുട്ടി തീരെ ചെറിയ കുട്ടിയാണ്, എന്നാലും ഒറ്റ ദിവസം പോലും ഓൺലൈൻ ക്ലാസ് ഒന്നും മുടക്കില്ല. ശ്രീരുദ്രം വരെ പഠിക്കാൻ വളരെയധികം താല്പര്യം കാണിച്ച് പഠിച്ചൊരു കുഞ്ഞാണ്. വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കുട്ടിയാണ്. മൈഥിലി നേരത്തെ കോട്ടയത്ത് ഉണ്ടായിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ തൃശ്ശൂരാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷമാവുന്നു തോന്നുന്നു. ആ കുട്ടി തൃശ്ശൂരിൽ നിന്ന് അവിടെയാണ് ഇപ്പം അമ്മയുടെ ജോലി, അതുകൊണ്ട് അവിടെ പഠിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ഓൺലൈനിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അച്ഛനമ്മമാര് അതിനോട് കാണിക്കുന്ന താല്പര്യം, ആ കുട്ടികളുടെ ഉള്ളിലുള്ള താല്പര്യം, ഇതിനെ രണ്ടിനെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഭഗവാൻ അവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ രാമായണ മാസത്തിൽ ശ്രീരാമേന്ദ്ര സ്വാമി, ഹനുമാൻ സ്വാമിയൊക്കെ സ്മരിക്കാനുള്ളൊരു അവസരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. അവരതിന് തയ്യാറായിരിക്കുന്നു. നമുക്കവരെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഗാർഗിയെയും മൈഥിലിയെയും കല്യാണിയെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. തുടങ്ങിക്കോളൂ. ഗാർഗിയും മൈഥിലിയും പ്രാർത്ഥന ചൊല്ലിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃത്യനിർവഹണത്തിനായിട്ട് തയ്യാറാവുക. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാതീരത്തെത്തിയപ്പോൾ ഗുഹൻ എന്ന വിശ്രുതനായ നിശാല രാജാവ് അവരെ സ്വീകരിച്ച് ശ്രദ്ധാപൂർവം പരിചരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു? ഗാർഗി മൊബൈൽ സ്റ്റക്കായി പോയോ? എക്സിറ്റ് ചെയ്ത് കയറ്, ഒന്നുകൂടെ എക്സിറ്റ് ചെയ്തിട്ട് കയറ്. മ്യൂട്ട് മാറ്റുമോളെ, മ്യൂട്ട് മാറ്റിയിട്ട് തുടങ്ങ്. മ്യൂട്ടിലാ കിടക്കുന്നത് ഗാർഗി, മ്യൂട്ടിലാ. തുടങ്ങിക്കോളൂ. പുരുഷശ്രേഷ്ഠനായ രാമൻ തന്റെ രാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് നിഷാദ രാജാവായ ഗുഹൻ അമാത്യന്മാരോടും ബന്ധുക്കളോടും കൂടി അവരെ സ്വീകരിക്കാൻ ചെന്നു. ശ്രീരാമനെ ആശ്ലേഷിച്ച് ഗുഹൻ പറഞ്ഞു, ഈ രാജ്യം അങ്ങയുടേതാണ്. എന്താണ് വേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും ഞാൻ അങ്ങയുടെ ഭൃത്യനാണ്.
ശ്രീരാമചന്ദ്രസ്വാമി ഗുഹനെ കെട്ടിപ്പിടിച്ച് എല്ലാവർക്കും ക്ഷേമം തന്നെ അല്ലേ എന്ന് കുശലം ചോദിച്ചു. ഞാനിപ്പോൾ താപസനെ പോലെയാണ്. അതിനാൽ കായ്ഫലങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ആണ് മാത്രം ആഹാരം. മറ്റൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ട. ഇവിടെയും ശ്രീരാമൻ ഇലകൾ വിരിച്ച് സീതയോടൊപ്പം നിലത്ത് കിടന്നുറങ്ങി. ഗുഹനും സുമന്ത്രനും ലക്ഷ്മണനും രാത്രി മുഴുവൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സ്നേഹത്തെയും മഹിമയെയും പറ്റി സംസാരിച്ചുകൊണ്ട് അവർക്ക് കാവൽ നിന്നു. നേരം പുലർന്നപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അവർക്ക് ഉടനെ ഗംഗയെ കടക്കാൻ മറുകരയിൽ എത്തേണ്ടതുണ്ട് എന്ന് ഗുഹനെ അറിയിച്ചു. ഉടൻ തന്നെ ഗുഹൻ തോണി ഏർപ്പാട് ചെയ്തു. ആവനാഴികൾ ശരീരത്തിൽ ചേർത്ത് കെട്ടി അമ്പ് വെച്ച് രണ്ടുപേരും വാളും ധരിച്ച് സീതയോട് കൂടി രാമലക്ഷ്മണന്മാർ ഗംഗ കടക്കാൻ ഒരുങ്ങി. ഇത് കണ്ട് അത്യധികം ദുഃഖിതനായി നിൽക്കുന്ന സുമന്ത്രരോട് വേഗം തിരിച്ച് അയോധ്യയിൽ ചെന്ന് എല്ലാവരോടും ഞങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു. എല്ലാ അമ്മമാരോടും വളരെ സ്നേഹത്തോടെ പെരുമാറണമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി ഭരതനോട് പറയാനായി സുമന്ത്രരോട് പറഞ്ഞു. രാമൻ വനത്തിൽ പോയി എന്ന കൈകേയി മാതാവ് ഉറപ്പുവരുത്തുവാൻ താങ്കൾ ഉടനെ തിരിച്ച് അയോധ്യയിലേക്ക് എത്തണം. വേഗം പോവുക. ഗംഗാനദി കടന്ന് പിന്നീടുള്ള വനയാത്ര എങ്ങനെയുള്ളതായിരുന്നെന്ന് പറയാമോ? രാമനും ലക്ഷ്മണനും സീതയോടൊപ്പം തോണിയിലിരുന്നു. നല്ലവണ്ണം തോണി തുഴയാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഗുഹന്റെ തോണിക്കാർ തോണി തുഴഞ്ഞു. സീതാദേവി വനവാസം നല്ല രീതിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. അല്പസമയത്തിനകം അവർ മറുകരയിൽ എത്തി. ഗംഗയെ വന്ദിച്ച് അവർ വനത്തിലേക്ക് പ്രവേശിച്ചു. അന്ന് രാത്രി ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ച ശേഷം അവർ അവിടെ തന്നെ അന്തിയുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് യാത്ര തുടർന്ന് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തി. രാമൻ അവരെ സ്വയം പരിചയപ്പെടുത്തി. മഹാമുനി രാമന് അർഘ്യം സമർപ്പിച്ച് സ്വീകരിച്ച് സൽക്കരിച്ചു. രാമന്റെ വനവാസത്തെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു എന്നും രാമന്റെ വരവിനായി കാത്തിരിക്കുമെന്നും ഇവിടം വളരെ നല്ല സ്ഥലമാണെന്നും അതിനാൽ ഇവിടെ വനവാസകാലം കഴിയാമെന്നും ഭരദ്വാജ മുനി പറഞ്ഞു. ഈ സ്ഥലം ജനങ്ങൾക്ക് വേഗം എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലം ആയതിനാൽ വേറെ കുറച്ചു ദൂരെ നല്ല സ്ഥലം നിർദ്ദേശിക്കാമോ എന്ന് ശ്രീരാമചന്ദ്രസ്വാമി മഹർഷിയോട് ചോദിച്ചു. കുറച്ചു ദൂരം പോയാൽ ചിത്രകൂടം എന്ന ഒരു പർവ്വത പ്രദേശമുണ്ട്. അവിടെ വലിയ ഋഷിമാരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ സ്ഥലമാണ്. അവിടെ താങ്കൾക്ക് യോജിച്ച സ്ഥലമാണ് എന്ന് മുനി പറഞ്ഞു. പിറ്റേ ദിവസം അവർ ചിത്രകൂടത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ ചെങ്ങാടത്തിൽ കാളിന്തി നദി തരണം ചെയ്തു. അന്ന് രാത്രി കാളിന്തി തീരത്ത് അവർ ഉറങ്ങി. പിറ്റേന്ന് വീണ്ടും യാത്ര തുടങ്ങി. താമസിയാതെ ചിത്രകൂടത്തിൽ എത്തി. അവിടെ വാൽമീകി മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. മോളെ മ്യൂട്ടായി പോയി. ഒന്നുകൂടെ പറയാം. ഒന്നല്ല, കട്ടായി പോയി, ഒരുപാട് ഭാഗം പോയിട്ടുണ്ട്. ഈ സ്ഥലം ജനങ്ങൾക്ക് വേഗം എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാകാൻ കുറച്ചു ദൂരം നല്ല അവിടെ നിർദ്ദേശിക്കാമോ തൊട്ട് പറയും കേട്ടോ, അല്ലെങ്കിൽ കുറെ ഗ്യാപ്പ് വരും. നിർദ്ദേശിക്കാമോ എന്ന് ശ്രീരാമചന്ദ്രസ്വാമി മഹർഷിയോട് ചോദിച്ചു. കുറച്ചു ദൂരം പോയാൽ ചിത്രകൂടം എന്ന ഒരു പർവ്വത പ്രദേശമുണ്ട്. അവിടെ വലിയ ഋഷിമാരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ സ്ഥലമാണ്. അവിടെ താങ്കൾക്ക് യോജിച്ച സ്ഥലമാണ് എന്ന് മുനി പറഞ്ഞു. പിറ്റേ ദിവസം അവർ ചിത്രകൂടത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ ചെങ്ങാടത്തിൽ കാളിന്തി നദി തരണം ചെയ്തു. അന്ന് രാത്രി കാളിന്തി തീരത്ത് അവർ ഉറങ്ങി. പിറ്റേന്ന് വീണ്ടും യാത്ര തുടങ്ങി. താമസിയാതെ ചിത്രകൂടത്തിൽ എത്തി. അവിടെ വാൽമീകി മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. അവർ വാൽമീകി മഹർഷിയെ വണങ്ങി മഹർഷിയുടെ ആതിഥ്യം സ്വീകരിച്ചു. ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ആ പ്രദേശം വളരെയധികം ഇഷ്ടപ്പെട്ടു. ലക്ഷ്മണനോട് അവിടെ താമസിക്കാൻ തടികൾ കൊണ്ടും വള്ളികൾ കൊണ്ടും ഒരു പർണശാല ഉണ്ടാക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ വേഗം ഒരു പർണശാല ഉണ്ടാക്കി. അവർ അവിടെ സന്തോഷത്തോടെ വസിക്കാൻ തുടങ്ങി. ശ്രീരാമചന്ദ്ര സ്വാമി വനത്തിലേക്ക് പോയ ശേഷം അയോധ്യയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? ഗംഗാ തീരത്ത് നിന്ന് വളരെയധികം വിഷമത്തോടെ തിരിച്ചു വന്ന സുമന്ത്രർ രാമന്റെ വിശേഷങ്ങൾ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു.
പുത്രനെ പിരിഞ്ഞതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി. താൻ പുത്രദുഃഖത്താൽ മരിക്കുമെന്ന് പണ്ട് തനിക്കു കിട്ടിയ ശാപത്തെ അദ്ദേഹം ഓർത്തു. ദുഃഖവും ശോകവും വർദ്ധിച്ച് വർദ്ധിച്ച് അദ്ദേഹം തന്റെ പ്രാണൻ വെടിഞ്ഞു. ഉടൻ തന്നെ ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ സേവകരെ അയച്ചു. രാമൻ വനത്തിലേക്ക് പോയതോ പിതാവ് മരണപ്പെട്ടതോ ഒന്നും ഇപ്പോൾ ഭരതനെ അറിയിക്കരുത് എന്ന് പറഞ്ഞു. അന്നേ ദിവസം ഭരതൻ ഒരു ദുസ്വപ്നം കാണുകയുണ്ടായി. അയോധ്യയിൽ നിന്ന് വന്ന ദൂതന്മാർ ഭരതനെ കൂട്ടിക്കൊണ്ടുപോവാൻ തിടുക്കം കൂട്ടിയതും ദുസ്വപ്നവും ഭരതന്റെ മനസ്സിൽ വിഷമം ജനിപ്പിച്ചു. അയോധ്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ നഗരം നാഥനില്ലാതെ വിരസമായിരിക്കുന്നത് കണ്ടു. പ്രകൃതി പോലും ഉത്സാഹമില്ലാതെ ദുഃഖത്തിലാണ് എന്ന് തോന്നി. ജനങ്ങളുടെ മുഖത്ത് തെല്ലും സന്തോഷവും കണ്ടില്ല. ശുഭസൂചകമായി ഒന്നും തന്നെ അവിടെ കണ്ടില്ല. അയോധ്യയിലെത്തി പിതൃഗൃഹത്തിലെത്തിയ ഭരതൻ പിതാവിനെ കണ്ടില്ല. ഉടൻ അമ്മയായ കൈകേയിയുടെ അടുക്കലേക്ക് ചെന്നു. അമ്മയിൽ നിന്ന് പിതാവിന്റെ മരണവൃത്താന്തം അറിഞ്ഞ് ഉറക്കെ കരഞ്ഞു. അച്ഛൻ അവസാനമായി എന്താണ് പറഞ്ഞത് എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, ഹാ രാമ, സീതേ, ലക്ഷ്മണ എന്നിങ്ങനെ വിലപിച്ചും കൊണ്ടാണ് ശ്രേഷ്ഠനായ അദ്ദേഹം പരലോകം പൂകിയത്. ശരി, നന്നായിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിച്ചു. ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. നാളെ അടുത്ത കുട്ടികളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. കല്യാണി പി കെയുടെ സന്ധ്യാനാമം. കല്യാണിക്കുട്ടി. വീഡിയോ ഓൺ ചെയ്യ്, വീഡിയോ ഓൺ ചെയ്യ്. ആ, കല്യാണിക്കുട്ടി വരട്ടെ. ആ, ചൊല്ലിക്കൂ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേദം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. നമോ രാമ 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 പാഹിമ. രാഘവാ മനോഹര മുകുന്ദ രാമ പാഹിമ. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹിമ. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹിമ. നിൻചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമ. ശങ്കര സദാശിവ നമ ശിവായ മംഗല. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമ. ശിക്ഷയോടു മത്സ്യമായവ ധരിച്ച മാധവ വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹിമ. ധർമ്മമോടു മന്ദരാമുയർത്തുവാനയെങ്ങുടൻ കൂർമ്മമായവ ധരിച്ച രാമ രാമ പാഹിമ. പാരിടം പിളർന്നു ചെന്നു തേറ്റ മേലിൽ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹിമ. നാരസിംഹരൂപമായവ ധരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹിമ. ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹിമ. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച
രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നന ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാ നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ച നേർമിഴിക്കുമോ ശമീണ്ട രാമ പാഹി മാം. കുഞ്ഞെ മ്യൂട്ടായി പോയി. രണ്ടുപേര് മുമ്പെന്ന് ചൊല്ലു കേട്ടോ, രണ്ടുപേരും കൂടെ മുന്നേന്ന് പുറകിന്ന്. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ച നേർമിഴിക്കുമോ ശമീണ്ട രാമ പാഹി മാം. വിദേഹ രാജ്യമുൾപ്പു ഹിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ശബരിയ ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ഭക്തനാം കബന്നനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമീഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതി കടഞ്ഞ രാമ രാമ പാഹി. സീതയോടു ചൊൽവ ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലി രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹി മാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിക്ഷരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണെ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വന്യമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചുകൊണ്ട വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോടുകൂടവേ രത്നമഞ്ചമങ്ങത്തിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യ നാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. കല്യാണിക്കുട്ടി എത്രയല്ല പഠിക്കുന്നേ? അൺമ്യൂട്ട് ചെയ്യേ. 3-ലോ? മ്യൂട്ട് മാറ്റ്. കേട്ടില്ല. 3-ല്. 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇത്രയും മലയാളമൊക്കെ നന്നായിട്ട് ഉച്ചരിക്കുന്നുണ്ടല്ലോ. നോക്കി വായിക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചു അല്ലേ? ഇപ്പൊ രാമായണം പഠിക്കുന്നത് കൊണ്ട് അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും നന്നായിട്ട് ഉച്ചരിക്കാനും ഒക്കെ ഇപ്പൊ പഠിച്ചു.
ഇത് തുടർന്ന് മുന്നോട്ട് ഇതുപോലെ പഠിക്കണം നമുക്ക്. കേട്ടോ, നല്ല മിടുക്കിയായിട്ട് ചൊല്ലുന്നുണ്ടല്ലോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ചേട്ടാ രാമായണ മാസത്തിന്റെ 9ാം ദിവസമാണ്. രാമായണം ചോദ്യോത്തരം നടത്തിയ ഗാർഗിയും മൈഥിലി, സന്ധ്യാനാമം ചൊല്ലിയത് കല്യാണി. 3 പേരും അവർക്ക് കൊടുത്തിരുന്ന ദൗത്യം ഭംഗിയായിട്ട് നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇന്ന് 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചത്. ഗുഹന്റെ സ്വീകരണം, പിന്നെ ഗംഗാനദി കടന്ന് വനയാത്രയിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ശ്രീരാമൻ പോയതിനു ശേഷം അയോധ്യയുടെ ഗതി എന്തായി. അത് ഇതിനോടിടയ്ക്ക് ഒത്തിരിയേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആറ്റി കുറുക്കിയെടുത്ത് ഈ കുറച്ചു നേരം കൊണ്ട് അതിന് ഉത്തരം കണ്ടുപിടിച്ച് ശരിയാക്കിച്ച് കുട്ടികളെ പഠിപ്പിച്ച പരമേശ്വരനെ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. അത് തയ്യാറാക്കിയെടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച കുഞ്ഞുങ്ങളെ സമ്മതിക്കണം. ഇത് നിങ്ങൾ നിർവഹിക്കുന്ന ഈ കൃത്യം ചെറുതൊന്നുമല്ല. രാമായണത്തിലെ ഓരോ വരികളും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നെ എഴുതി ചേർത്തതാണ്. ഭഗവാന്റെ കഥകളാണ് ഇത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്കും സന്തോഷത്തിനും സർവൈശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് ഭഗവാൻ തന്നെ ഈ ലീലകൾ മുഴുവൻ ആടിയിരിക്കുന്നത്. അത് ശ്രദ്ധാഭക്തി വിശ്വാസത്തോടുകൂടി നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ജീവിതം അങ്ങേയറ്റം സന്തോഷപ്രദമായിരിക്കും, ഐശ്വര്യപ്രദമായിരിക്കും. ഒരു സംശയവും വേണ്ട. കല്യാണിക്കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഇത് മുടക്കരുത്. 31 തീയതി കഴിഞ്ഞിട്ട് രാമായണം സാധാരണ മടക്കി വെച്ച് സലാം പറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. എൻ്റെ മകള് ഈ കീർത്തനം ദിവസവും സന്ധ്യയ്ക്ക് ജപിക്കണം. അതിൻ്റെതായുള്ള സർവൈശ്വര്യങ്ങളും കുഞ്ഞിനുണ്ടാകും. പഠിത്തത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം ഈ രാമനാമം ഉപകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഇതിന് തയ്യാറാക്കി നിങ്ങളെല്ലാം ഇതുപോലെ പരുവപ്പെടുത്തിയെടുത്ത പരമേശ്വര സാറിന് എൻ്റെ വിനീത പ്രണാമം. നന്ദി, നമസ്കാരം. നമസ്തേ സർ. മൈഥിലി, ഗാർഗി, പിന്നെ കല്യാണിക്കുട്ടി 3 പേരും സൂപ്പറായിട്ട് പറഞ്ഞു കേട്ടോ. മര്യാദാ പുരുഷോത്തമനായ രാമന്റെ ആ ക്യാരക്ടർ ഇങ്ങനെ ഇതളയിച്ച് വരികയാണ് ഓരോരോ ദിവസം ചെല്ലുന്തോറും. എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പത്തില് ശ്രീരാമനെ പഠിച്ചവര്, അതായത് രാമായണം ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചവര് ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന്. സത്യമാണ്. മധുചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എത്രയോ സത്യമാണ്. അത് ഈ കുഞ്ഞിയെ ചെറിയ പ്രായത്തിൽ തൊട്ടേ നമ്മളത് പഠിപ്പിച്ച് എടുക്കുമ്പോൾ ഈ കുട്ടികൾ റിഫൈൻഡ് ആയി വരികയാണ് ചെയ്യുന്നത്. പരമേശ്വരൻ സാറ് ചെയ്യുന്ന ജോലി എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് ശ്ലാഘനീയമാണ് സാറ് ചെയ്യുന്ന ഈ പ്രവൃത്തി. പുണ്യപ്രവൃത്തിയാണ്. കുട്ടികളത് മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളുടെ പേരൻസ് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് പിന്നെ ആ സ്വാമിയാർ മഠത്തിലെ ആ ഒരു അന്തരീക്ഷവും സ്വാമിജിയുടെ അനുഗ്രഹവും രാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഒക്കെ കൂടിയാവുമ്പോൾ, കുറെ നല്ല ഗുരുഭൂതന്മാരുടെ അനുഗ്രഹവും അതൊക്കെ കൂടിയാവുമ്പോഴാണ് ഈ ഒരു എന്താ പറയണ്ടേ, ഒരു പുണ്യകരമായ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒത്തിരി നല്ലതായിരുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.
മൂന്നുപേരുടെ നന്നായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മധുചേട്ടനും സന്ധ്യയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിന്റെ പിന്നില് പരമേശ്വര സാറിന് ഇനി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മള് പഠിപ്പിക്കുന്നതല്ലല്ലോ, അവര് അത് ഉൾക്കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും ഒരു പ്രധാനം ഇതില്. വളരെ നന്നായിരുന്നു എല്ലാം. ഇതുപോലെ എന്നും ഓരോ ദിവസം കൂടുന്തോറും കൂടി വരുന്നുണ്ട് ഈ കുട്ടികളുടെ ഇത്. എന്താന്ന് പറഞ്ഞാൽ അവരുടെ ആ ആൻസൈറ്റി കൂടി വരുന്നുണ്ട്. എന്തായാലും നന്നായി. നല്ലൊരു പ്രോഗ്രാമാണ്. വളരെ സന്തോഷം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അല്ലെ, കുഞ്ഞുങ്ങളെയും അവരുടെ പാരൻസിനെയും എത്ര അഭിനന്ദിച്ചാലും പോരാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സ്കൂൾ അവധി എന്ന് അറിഞ്ഞാൽ ഞാൻ ഉടനെ അവർക്കൊരു മെസ്സേജ് ഇടും. നിങ്ങൾ ആരെങ്കിലും ഇതിന് പ്രാക്ടീസ് ചെയ്യാനോ താല്പര്യമുള്ളവർ വരുമെന്ന് പറഞ്ഞാൽ ഒട്ടന്നെ അവർ കയറുകയായി. അവർ പല സംശയങ്ങൾ ചോദിക്കും, അവർ റിപ്പീറ്റ് ചെയ്യും, അവർ വീണ്ടും പ്രഭാഷണം കേൾപ്പിക്കും, എഴുതിയെടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കും. അവരുടെ ഒരു താല്പര്യം കാണുമ്പോൾ നമുക്കൊരു മിനിറ്റ് പോലും ഇവരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അത് ഒരു സത്യമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ സദാസമയവും ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഓർക്കുന്നത്. ഭഗവാൻ എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു അവരെ. സ്വാമിയാർ മഠത്തിന്റെ മണ്ണിൽ ഒന്ന് കാല് വെക്കാനുള്ള ഭാഗ്യം ആ കുഞ്ഞുങ്ങളുടെ എത്ര ജന്മങ്ങളിലെ പുണ്യമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുക, നമുക്ക് ഒരു വാക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, ഇതിൽ കൂടുതൽ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹം വേറെ ഇല്ല. മധുചേട്ടൻ എന്ന് പറയുന്ന ആ എന്താ പറയുക, ഞങ്ങൾ എന്തരോ മഹാനുഭാവലെന്നാണ് വിളിക്കുന്നത് ഞാൻ. അപ്പോ ആ മഹാനുഭാവലൂടെ ഒരു അനുഗ്രഹം. അതേമാതിരി സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞ നമുക്ക് ഒരിക്കലും സ്മരിക്കാൻ പറ്റാത്ത ഒരു അറിവിൻ്റെ ഒരു എന്താ പറയുക, അത്രയും അറിവുള്ള ഒരു വ്യക്തിത്വം. ശരിക്കൊരു ഋഷി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറിവ് നമുക്ക് സാധാരണ നമ്മുടെ ഇവിടെയൊന്നും ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. എത്രയോ വലിയ സ്ഥലങ്ങളിൽ നമ്മളെക്കാളും കൂടുതൽ അറിവുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണമുള്ള അറിവുള്ള ഒരു വലിയൊരു വ്യക്തിത്വമാണ് സോമൻ ചേട്ടൻ്റെ. ആ സോമൻ ചേട്ടൻ്റെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും കിട്ടുന്നുണ്ട്. അത് ഇവരുടെ ഒരു മഹാഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അത് ഇവരെ തിരിച്ചറിയണം എന്ന് ഞാൻ കുഞ്ഞുങ്ങളോടും പാരൻസിനോടും പറയുകയാണ്. സോമൻ ചേട്ടനെ പോലെ ഒരു ഗുരുനാഥനെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ്. അതേമാതിരി വിശ്വനാഥനമ്പുരി സാറ് പലപ്പോഴും വന്ന് കുട്ടികൾക്ക് ക്യാമ്പിൻ്റെ സമയത്തും അങ്ങനെ പല സമയത്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. സാറിൻ്റെ ആ ഒരു സാമീപ്യം പോലും ഇവർക്കെല്ലാവർക്കും ഒരുപാട് ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കും. ഇങ്ങനെ ഉള്ള മഹാരഥന്മാരുള്ള മഠത്തിൽ വരാൻ പറ്റിയത് ഈ കുട്ടികളുടെ പാരൻസിൻ്റെയും കുട്ടികളുടെയും ഭാഗ്യമാണ്. അത് തുടർന്നു പോകട്ടെ. അതിന് ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്കിവിടെ സമാപിപ്പിക്കാം. നാളെ പ്രഭാഷണം പറയുന്നത് അരുന്ധതി എം നായർ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് അഭിന, അനന്യ അനൂപ് രാമസന്ധ്യാനാമം ചൊല്ലും. അപ്പോൾ അവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ശ്രവിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം. എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ വരിക, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷന് വളരെയധികം സന്തോഷം, വളരെയധികം നന്ദിയുമുണ്ട് എല്ലാവരോടും. സായിറാം. നാളെ നമുക്ക് വീണ്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും സായിറാം. സായിറാം.